നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലർക്ക് സാമ്പത്തികം, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ തകർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മറ്റു ചിലർക്ക് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളെ ഇപ്പോൾ വല്ലാതെ വേട്ടയാടുന്നതായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയോ ചില ഓർമ്മകൾ നിങ്ങളെ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏത് വിധേനയും ഒരു വെളിച്ചം ജീവിതത്തിൽ വന്ന് എത്തണമെന്ന് ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ ഒരു വെളിച്ചം എത്തിച്ച് നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനെ കാണാതെ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഇരുണ്ട സാഹചര്യങ്ങളെ മാത്രമാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് സങ്കടപ്പെടുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ സമയമായി. നിങ്ങളുടെ മനസ്സുരുകിയുള്ള പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടാൻ സമയമായി എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ പലർക്കും ബിസിനസ്സിൽ എന്തെങ്കിലും തകർച്ച സംഭവിച്ചതായിരിക്കാം. പലർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ പലർക്കും മറ്റു വ്യക്തികൾ മുഖേന നിങ്ങൾ വളരെയധികം വിശ്വാസം അർപ്പിച്ച ഏതെങ്കിലും വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഒരു ചതി സംഭവിച്ചത് മൂലമുള്ള ഒരു സാമ്പത്തിക നഷ്ടമായിരിക്കാം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ആ ഒരു നഷ്ടത്തിൽ നിന്നും നിങ്ങൾക്ക് പുതിയൊരു തുടക്കം പ്രപഞ്ചം ഉണ്ടാക്കി തരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അതിൽ നിന്നും കരകയറാനായിട്ട് പ്രപഞ്ചം തന്നെ നിങ്ങൾക്കൊരു വഴി ഒരുക്കി തരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതിലൂടെ, ബിസിനസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നതിലൂടെ, ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്കൊരു സാമ്പത്തിക സഹായം എത്തിച്ച് തരുന്നതിലൂടെ, അതുപോലെ തന്നെ സാമ്പത്തികം വന്ന് ചേരുന്നതിനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതിലൂടെയൊക്കെ പ്രപഞ്ചം നിങ്ങൾക്കൊരു സഹായം എത്തിച്ച് നൽകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി തന്നെയാണ് വീണ്ടും കാണുന്നത്. ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത രീതിയിൽ നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന സാഹചര്യങ്ങളെയൊക്കെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളിൽ പലരും നിങ്ങൾക്ക് മുന്നിലുള്ള വെളിച്ചത്തെ കാണാൻ ശ്രമിക്കാതെ നിങ്ങളുടെ മോശം സാഹചര്യങ്ങളിൽ തന്നെ തുടരാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചിന്താഗതിയിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തണം. നിങ്ങൾ സ്വയം പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ അവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിച്ച് നൽകി നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇവിടെ തീർച്ചയായിട്ടും ഏതൊരു കാര്യത്തിലും നിങ്ങളിലേക്കൊരു നീതി എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളെ ഒരു ശത്രുവിനെ പോലെ നോക്കിക്കാണുന്ന, എന്തിനുമേതിനും നിങ്ങളോട് മത്സരിക്കുന്ന, നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എനർജി ഇപ്പോൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ദേഷ്യത്തിൽ വളരെയധികം കുറവ് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടെ എനർജി മൂലം നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം. അവരുടെ ആ ഒരു സ്വാധീനം മൂലം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മോശം ദൃഷ്ടി മൂലം ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ സംസാരത്തിലായാലും പെരുമാറ്റത്തിലായാലും ഒരുപാട് മാറ്റങ്ങൾ പ്രകടമായിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് എന്തിനുമേതിനും ദേഷ്യം തോന്നുക, ഒന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാതാവുക, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയാതെ വരിക, പല വിധത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും കടന്നു വരിക, അതേപോലെ തന്നെ പല വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അത്തരത്തിൽ
ഈ വ്യക്തിയുടെ സ്വാധീനം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് ചില നല്ല മാറ്റങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലേക്കൊരു ഊർജ്ജസ്വലത വന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം, ശക്തി ഇവയൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി കുറഞ്ഞതുമൂലം നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള പോസിറ്റീവ് മാറ്റങ്ങളാണെന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ സ്വാധീനം നിങ്ങളിൽ കുറഞ്ഞത് ഒരുപക്ഷെ അവരിലെ കുറ്റബോധം കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ശത്രുവായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ശ്രദ്ധ നിങ്ങളിൽ നിന്നും കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കൂടാതെ സ്വാതന്ത്ര്യമില്ലാതെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ എന്തിനും ഏതിനും മറ്റുള്ളവരുടെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം പലർക്കുമുള്ളത്. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ഒരു സ്വാതന്ത്ര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. കൂടാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കുമൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ഒരു പിന്തുണ കിട്ടാതെ പല ആഗ്രഹങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇനി നിങ്ങൾക്ക് ആഗ്രഹ സബലീകരണത്തിനുള്ള ആ ഒരു സമയമാണ്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ആ ഒരു സഹായത്തോടെ, പിന്തുണയോടെ വളരെ വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ ഇതുവരെയും നിലനിന്നിരുന്ന പ്രതികൂലമായിട്ടുള്ള ആ ഒരു ഘട്ടം അത് അവസാനിച്ച് അവിടെ നല്ല മാറ്റത്തിൻ്റെ, പ്രതീക്ഷയുടെയൊക്കെ പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതുപോലെ പല കാര്യങ്ങളിലും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.